ബേബി വലിയൊരു ബൈറ്റ് എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു കേസ് ഒന്നെങ്കിൽ അവരത് കഴിക്കും, അതല്ലെങ്കിൽ അവർ സ്പിറ്റ് ചെയ്യും. ഇത് രണ്ടും അല്ലെങ്കിൽ അവർ ഗാഗ് ചെയ്യും. കുഞ്ഞുങ്ങൾ ഗാഗ് ചെയ്യുന്നത് ശരിക്കും ഭയങ്കര പേടിയാണ് കാണാൻ. പക്ഷെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഗാഗിങ് ഒരിക്കലും ഡേഞ്ചറസ് അല്ല. അത് നമ്മളുടെ കുഞ്ഞ് വലിയ പീസസ് ഉള്ളോട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. കുഞ്ഞ് ഗാഗ് ചെയ്യുന്ന ടൈമിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബ്രീതിങ് പൈപ്പ് അവിടെ ക്ലോസ് ആവുക ചെയ്യുന്നത്. നമ്മളുടെ ഗാഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു നാവിന്റെ എൻഡിലാണ് വരുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളുടെ ഗാഗ് പോയിന്റ് നാവിന്റെ മിഡിലായിട്ടാണ് വരുന്നത്. അവര് എന്തെങ്കിലും ഒരു വലിയ പീസസ് എടുത്ത് ആ നാവിന്റെ മിഡിൽ കഴിയുമ്പോൾ തന്നെ അവർ ഗാഗ് ചെയ്യാൻ തുടങ്ങും. ഈ ഗാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മളിപ്പം ഗാഗ് ചെയ്യുമ്പോൾ എന്നാക്കുന്ന സമയത്ത് അവിടെ ശരിക്കും ക്ലോസ് ആവുക ചെയ്യുന്നത്. അതായത് വലിയ ഫുഡ്സ് ഉള്ളോട്ടേക്ക് ഗാഗ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഉള്ളോട്ടേക്ക് പോവാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ഗാഗിങ് ചെയ്യുന്നത്. ഇനി കുഞ്ഞു വായിൽ വലിയ പീസ് ഇട്ട് അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മളുടെ കൈ താഴെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് സ്പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ നല്ലപോലെ കാണിച്ചു കൊടുക്കുക. അവരെ സ്പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇത്ര ചെറുതായിരിക്കും. ആ ഒരു സ്പേസിലൂടെ ഒരിക്കലും വലിയ പീസസ് ഉള്ളോട്ട് പോകില്ല. എന്നാൽ ഈ ഒരു 6 months നമ്മൾ ചെറിയ പീസസ് കൊടുക്കുന്ന സമയത്താണ് ശരിക്കും അത് ഉള്ളോട്ട് പോവുകയും അത് ചോക്കിങ്ങിനൊക്കെ കാരണമാവുകയും ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇതിനെല്ലാം അതിൻ്റെതായ സമയവും നല്ലപോലെ പ്രാക്ടീസും വേണം. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കൊടുക്കുക. അത് അവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുകയും ഇതുപോലെ വലിയ വലിയ പീസസ് വരുമ്പം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർ നന്നായി പഠിക്കുകയും ചെയ്യും. ബേബീസ് ആർ ലിറ്ററലി ബോൺ ടു ഇറ്റ്.